തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭാപിതാവായ സെന്റ് പയസിയോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഗോഡ് calls us all the time, but we usually turn away from God and only run to him if there is any danger. ദൈവം എപ്പോഴും നമ്മെ വിളിക്കുന്നു, എന്നാൽ അപകടങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും നാം ദൈവത്തിലേക്ക് ഓടുന്നത്. വെളിപാട് പുസ്തകം 3:20 വായിക്കുന്നു: ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ പ്രവേശിക്കും. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണിത്. ആരോഗ്യവും സമ്പത്തും വിജയവും ഉള്ളപ്പോൾ ദൈവത്തെ മറക്കുകയും പ്രതിസന്ധി വന്നാൽ മാത്രം ദൈവത്തെ തേടുകയും ചെയ്യുന്ന പ്രതിഭാസം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല. ഓരോ നിമിഷവും അവിടുന്ന് നമ്മെ വിളിക്കുകയും വഴി നടത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ വിശ്വാസം പ്രതിസന്ധി കാലത്തെ പ്രാർത്ഥനയല്ല, എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം നടക്കുന്ന ജീവിതമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഭയത്തിൻ്റെ ബന്ധമല്ല, സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ഒന്നാമതായി, ഹിയർ ദി വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിളി കേൾക്കുക. സങ്കീർത്തനം 95:7. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവം അത്ഭുതങ്ങളിലൂടെ മാത്രം സംസാരിക്കുന്നില്ല. വിശുദ്ധ വചനങ്ങളിലൂടെയും മനസ്സാക്ഷിയിലൂടെയും സഭയിലൂടെയും ജീവിത അനുഭവങ്ങളിലൂടെയും ചിലപ്പോൾ നമ്മളുടെ നിശബ്ദതയിലൂടെയും അവിടുന്ന് സംസാരിക്കുന്നു. എന്നാൽ ആധുനിക ജീവിതത്തിൻ്റെ തിരക്കും ഡിജിറ്റൽ ലോകത്തിൻ്റെ ശബ്ദവും ആ ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റുന്നു. മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് പറയുന്നുണ്ട്: ഹു ലുക്സ് ഔട്ട്സൈഡ് ഡ്രീംസ്, ഹു ലുക്സ് ഇൻസൈഡ് അവേക്കൻസ്. പുറത്തേക്ക് മാത്രം നോക്കുന്നവർ സ്വപ്നം കാണുന്നു, ഉള്ളിലേക്ക് നോക്കുന്നവർ ഉണരുന്നു. സ്വയം പരിശോധിക്കുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയാൻ എളുപ്പമാകും. C.S. ലൂയിസ് പറയുന്നു: ഗോഡ് വിസ്പേഴ്സ് ഇൻ us in our pleasures, speaks in our consciousness, but shouts in our pains. നമ്മുടെ സന്തോഷങ്ങളിൽ ദൈവം നമ്മോട് മന്ത്രിക്കുന്നു, നമ്മുടെ മനസാക്ഷിയോട് സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ വേദനകളിൽ അവൻ നമ്മെ ഉച്ചത്തിൽ വിളിക്കുന്നു. പ്രതിസന്ധി വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കുക എന്നതാണ് ആത്മീയ വെല്ലുവിളി. 2, walk with God every day, not only in crisis. പ്രതിസന്ധിയിൽ മാത്രമല്ല, എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം നടക്കുക. സദൃശവാക്യങ്ങൾ 3:5-6. സകല ഹൃദയത്തോടും കൂടെ കർത്താവിൽ ആശ്രയിക്കുക. പലരും ദൈവത്തെ ഒരു എമർജൻസി എക്സിറ്റ് പോലെ ഉപയോഗിക്കുന്നു. ജീവിതം നന്നായി പോകുമ്പോൾ പ്രാർത്ഥനയും ആരാധനയും പിന്നിലേക്ക് മാറ്റിവെക്കുന്നു. എന്നാൽ ദൈവം നമ്മുടെ അവസാന ആശ്രയം മാത്രമല്ല, ഓരോ ദിവസത്തിൻ്റെയും ആദ്യ സഹായിയാണ്. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നു: ദൈവത്തിൽ അർത്ഥം കണ്ടെത്തുന്ന ജീവിതം ഏത് പ്രതിസന്ധിയെയും പ്രത്യാശയോടെ നേരിടാൻ പ്രാപ്തമാകുന്നു. വിശ്വാസം മാനസിക സഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നു. ഓസ്വാൾഡ് ചേംബേഴ്സ് പറയുന്നു: പ്രയർ ഡസ് നോട്ട് ഫിറ്റ് us for the greater work, but prayer is the greater work. പ്രാർത്ഥന ആവശ്യ സമയത്തെ ശീലമല്ല, ജീവിതത്തിൻ്റെ ശ്വാസമാകണം. 3, those who seek God in love find true peace. സ്നേഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു. മത്തായി സുവിശേഷം 6:33. ആദ്യം അവൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പീൻ. ദൈവത്തെ ഭയത്തിൻ്റെ നിമിഷങ്ങളിൽ മാത്രം അന്വേഷിക്കുന്നവർക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചേക്കാം. എന്നാൽ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നിരന്തരമായും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഹൃദയ സമാധാനവും ആത്മീയ സന്തോഷവും ലഭിക്കുന്നു. പോസിറ്റീവ് സൈക്കോളജിയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, പ്രയർ, പ്രാർത്ഥന, ഹോപ്പ്, പ്രത്യാശ എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ജീവിത സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവിശ്വാസം മനുഷ്യന്റെ ഉള്ളിൽ സുരക്ഷിതത്വ ബോധവും പ്രത്യാശയും വളർത്തുന്നു. സെന്റ് അഗസ്റ്റിൻ പ്രാർത്ഥിക്കുന്നുണ്ട്: O God, our hearts are restless until they rest in you. മദർ തെരേസ പറയുന്നു: prayer enlarges the heart until it is capable of receiving God's gift. ഭയത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിലും വലുതാണ് സ്നേഹത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നത്.
ദൈവം നമ്മുടെ ജീവിതത്തിലെ അപകട നിവാരണ കേന്ദ്രം മാത്രമല്ല, ജീവിതയാത്രയിലെ സ്ഥിര സഹയാത്രികനാണ്. അവിടുത്തെ വിളി ഓരോ ദിവസവും കേൾക്കുകയും സ്നേഹത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം വിശ്വാസത്താലും സമാധാനത്താലും നിറയും. കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ സമീപത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. യെശയ്യാവിന്റെ പുസ്തകം 55:6. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.